സമൂഹത്തിന് ദോഷങ്ങളോ നാശങ്ങളോ വരുത്തിക്കൊണ്ട് ഒരു ദൈവത്തിനെ പ്രീതിപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അത് ശരിയായ ഒരു ഭക്തിയല്ല. അതങ്ങനെ ഏതെങ്കിലും ഒരു ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ദൈവവുമല്ല. ദൈവം എപ്പോഴും പരമകാരുണ്യ സ്വരൂപം, പരമപ്രേമ സ്വരൂപം ആണ്. അപ്പോൾ ഈ പരമപ്രേമ സ്വരൂപത്തിന് ഒരിക്കലും അവനവൻ്റെ സന്തതികളെ പരസ്പരം വെട്ടിക്കൊല്ലാനോ പൊട്ടിത്തെറിച്ച് കൊല്ലാനോ ഒന്നും പറയില്ല. അത് നമുക്ക് ചെറിയൊരു യുക്തിയോട് കൂടി ആലോചിച്ചറിയാവുന്ന കാര്യമുള്ളൂ. അപ്പോൾ ഒരു വ്യക്തിയുടെ പ്രവർത്തനത്തിലും വാക്കിലും ശാന്തിയും സമാധാനവും ഒക്കെ ഉണ്ടെങ്കിൽ ആ വ്യക്തി പതുക്കെ പതുക്കെ ആത്മീയമായിട്ട് ഉന്നതിയിലേക്ക് നീങ്ങുന്നു എന്ന് മനസ്സിലാക്കാം. ഇത് വേറൊരാളെക്കുറിച്ച് പറയാനല്ല, അവനവനെ മനസ്സിലാക്കാനുള്ള. ഞാൻ ഇത്രയും കാലമൊക്കെ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചു, സപ്താഹം കേട്ടു, നാരായണീയം കേട്ടു, ഭഗവത്ഗീത കേട്ടു, സ്വാധ്യായം ചെയ്തു. എനിക്ക് എൻ്റെ ഉള്ളിൽ ആ മാറ്റം ഉണ്ടാവുന്നുണ്ടോ? ഇത് നമ്മൾ സ്വയം വിശകലനം ചെയ്താൽ തന്നെ മനസ്സിലാവും. അങ്ങനെയാണ് നമ്മൾ ശ്രേഷ്ഠനായിട്ട് മാറേണ്ടത്. ആത്മീയമായ ഉന്നമനം വരുമ്പോഴാണ് നമ്മൾ ശ്രേഷ്ഠൻ എന്ന് പറയുന്നത്. അങ്ങനെ വന്ന വ്യക്തിയാണ് നമ്മൾ ആര്യൻ എന്നൊക്കെ പറയുന്നത്. ഇന്നിപ്പോൾ നമ്മൾ കേൾക്കുന്ന ആര്യന്മാർ, ദ്രാവിഡന്മാർ, ആ ആര്യൻ പദമല്ല, വേദങ്ങളിലെ ആര്യപദം ഉദ്ദേശിച്ച പദം ശ്രേഷ്ഠതയുള്ളവൻ, അതാണ് ആര്യൻ. അപ്പോൾ ശ്രേഷ്ഠത വരണമെങ്കിൽ ഇങ്ങനെ വരുത്താൻ പറ്റുള്ളൂ. നമ്മളുടെ ഉള്ളിലാണ് മാറ്റങ്ങൾ വരുത്തേണ്ടത്. ആധ്യാത്മിക ശാസ്ത്രങ്ങളെല്ലാം, ഭാഗവതം പോലുള്ള ശാസ്ത്രങ്ങൾ പറഞ്ഞതും ഇതുപോലെ അവനവൻ്റെ ഉള്ളിലെ മാറ്റങ്ങൾ വരുത്താൻ വേണ്ടിയാണ്. ചുരുക്കി പറഞ്ഞാൽ ഇതെല്ലാം കൂടി ഒരുമിച്ച് പറയുകയാണെങ്കിൽ, നമ്മളുടെ ഉള്ളിൽ ഈശ്വരീയ പ്രേമം ഉണ്ടെങ്കിൽ നമ്മൾ ശ്രേഷ്ഠരായിട്ട് മാറും. ശ്രേഷ്ഠത എന്ന് പറഞ്ഞാൽ സമൂഹത്തിലെ ബഹുമാനങ്ങളും ആരെങ്കിലും വന്നിങ്ങനെ സല്യൂട്ട് അടിക്കുന്ന അത് ആ ശ്രേഷ്ഠതയല്ല പറഞ്ഞത്. നമ്മൾക്ക് സ്വയം ഭഗവാന്റെ അടുത്തേക്ക് എത്താനുള്ള സ്ഥാനം, ഉയർച്ച, അതോടൊപ്പം നമ്മളോട് സഹകരിച്ച് നിൽക്കുന്ന ആൾക്കാർ, നമ്മളുമായിട്ട് ചേർന്ന് വ്യവഹരിക്കുന്ന ആൾക്കാരിൽ വരുന്ന മനമാറ്റം, അങ്ങനെയാണ് ശ്രേഷ്ഠത വന്നു ചേരുക. ഓക്കെ, ഇലക്ഷനിൽ ജയിച്ചാൽ കിട്ടുന്ന ശ്രേഷ്ഠതയല്ല ആധ്യാത്മികമായിട്ട് കിട്ടേണ്ട ശ്രേഷ്ഠത.